إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 34-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അർജാലു ഖവ്വാമൂന അലൻ-നിസാ, പുരുഷൻ എന്ന് പറഞ്ഞാൽ അവൻ ഖവ്വാമൂന അലൻ-നിസാ, സ്ത്രീകളുടെ മേൽ നിലകൊള്ളുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ കൈകാര്യ കർത്തൃത്വം ഏറ്റെടുത്തവനാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ബിമാ ഫളലല്ലാഹ്, അല്ലാഹു ശ്രേഷ്ഠമാക്കിയത് മൂലം ബഅ്ലഹും, അവരിൽ ചിലരെ അലാ ബഅദിൻ, ചിലരെക്കാൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെക്കാൾ പുരുഷന് ചില ശ്രേഷ്ഠതകൾ അല്ലാഹു നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തുകളിൽ നിന്നും അവർ ചെലവഴിക്കുന്നത് മൂലവും നോക്കൂ നിങ്ങൾ, പുരുഷനാണ് കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ധനം ചെലവഴിക്കുന്നത്. അതും ഒരു ശ്രേഷ്ഠതയായിട്ടാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. ഫസ്വാലിഹാത്തു, അപ്പോൾ സജ്ജനങ്ങളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഖാനിതാത്തുൻ, അനുസരണയുള്ളവളാകുന്നു, ഹാഫിളാത്തുൻ, സംരക്ഷിക്കുന്നവളുമാകുന്നു, ലിൽ ഗൈബി, അസാന്നിധ്യത്തിൽ, ബിമാ ഹഫിളല്ലാഹ്, അല്ലാഹു സംരക്ഷിച്ചതിനെ എന്ന് പറഞ്ഞാൽ ചരിത്ര ശുദ്ധിയുള്ളവളായിരിക്കും. വല്ലാത്തി, എങ്ങനെയുള്ളവളാണ്, തഖാഫൂന നുശൂസഹുന്ന, അവളിൽ നിന്നും പിണക്കം നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് ഭയപ്പെടുന്നു. ഫഉദൂഹുന്ന, അപ്പോൾ അവൾക്ക് നിങ്ങൾ സതുപദേശം നൽകണം. ഫഹുജുറൂഹുന്ന, നിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. ഫിൽ മവാജി, കിടപ്പുസ്ഥാനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. ളിരിബൂഹുന്ന, നിങ്ങൾ അവരെ അടിക്കണം. മൃദുവായ തരത്തിലൊരു ഭയപ്പെടുത്താനുള്ള ഒരു അടി മാത്രം, ദേഹോദ്രവം ഏൽപ്പിക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈനതഅനകും, ഇനി അവർ നിങ്ങളെ അനുസരിക്കുകയാണ്, ആ സ്ത്രീകൾ നിങ്ങൾ പറഞ്ഞതുപോലെ അനുസരിക്കുകയാണെങ്കിൽ ഫലാ തബ്ഗു, നിങ്ങൾ തേടാൻ പാടില്ല, അലൈഹിന്ന, ആ സ്ത്രീകളുടെ മേൽ സബീലൻ, ഒരു മാർഗം തേടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ ശിക്ഷാ നടപടികളിലേക്കോ അല്ലെങ്കിൽ പിണക്കത്തിലേക്കോ വക്കാണത്തിലേക്കോ നിങ്ങൾ മാറിപ്പോകാൻ, വഴുതി പോകാൻ പാടില്ല, കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ പാടില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല, കാന അലിയ്യൻ കബീറ, അല്ലാഹു അവൻ ഉന്നതനാകുന്നു, കബീറൻ, വലിയവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. നോക്കൂ നിങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വളരെയധികം നല്ല നിലയിൽ വർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പുരുഷൻ അവരുടെ കൈകാര്യ കർത്താവാകുന്നു, അതുകൊണ്ട് അവരുടെ മേൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം, പ്രത്യേക തരത്തിൽ അവരെ സംരക്ഷിക്കണം, അവരുമായി നല്ല നിലപെടണമെന്നാണ് പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.